കാഴ്ചക്കാർക്ക് വിസ്മയം സമ്മാനിച്ച് റോബോട്ടുകളുടെ ലോകം പരിചയപ്പെടുത്തുന്ന റോബോട്ടിക് ഷോ നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിൽ കർണക് 26 എന്ന ടെക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് വിവിധയിനം റോബോട്ടുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. റോബോട്ടിക്സിനും AI സാങ്കേതിക വിദ്യയ്ക്കും വരും കാലങ്ങളിൽ ഉറപ്പായും പ്രകടമായിട്ടുള്ള സാധ്യതകളെ വിനിയോഗിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ടിക് AI ഹ്യൂമനോയിഡ് ഷോ സംഘടിപ്പിച്ചത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നിരവധി കൗതുകമാർന്ന റോബോട്ടുകളെ ഇവിടെ എത്തിച്ചു. ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു യൂണിട്രി എന്ന കമ്പനിയുടെ റോബോട്ട് നായ. കാഴ്ചക്കാരായി എത്തുന്ന എല്ലാവർക്കും മുന്നിൽ അംഗവിക്ഷേപങ്ങൾ നടത്തും. കുട്ടികൾക്കൊപ്പം ഓടിക്കളിക്കും. മുതിർന്നവർക്ക് ഹസ്തദാനം നൽകും. നിലവിൽ ഇതിന് ഒരു നിയന്ത്രണ സംവിധാനമുണ്ട്. എന്നാൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് പൂർണ്ണമായും റോബോട്ടാകാനും ഇതിന് കഴിയും. പുഡു എന്ന മറ്റൊരു റോബോട്ടും ഒപ്പമുണ്ട്. ഓഫീസുകളിലും മറ്റും സന്ദർശകർക്കായി പാനീയങ്ങൾ നൽകാൻ ഇതിന് സാധിക്കും. സഞ്ചരിക്കുന്ന പാത മുൻകൂറായി പ്രോഗ്രാം ചെയ്ത് നൽകാനാകും. മുന്നിൽ എന്തെങ്കിലും തടസ്സം കണ്ടാൽ തനിയെ ഒഴിഞ്ഞുമാറും. ഇതേക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഇങ്ങനെ വ്യക്തമാക്കുന്നു. മെയിൻലി നമ്മുടെ വേൾഡിലെ എല്ലാ ഫീൽഡിലും AI ഇന്റഗ്രേറ്റഡ് റോബോട്ടിക് ആയിട്ട് കൺവേർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇൻഡസ്ട്രി റെഡി എന്ന പർപ്പസിലാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഈ ഒരു റോബോട്ടിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് നമ്മൾ കൊണ്ടുവന്നു. നമ്മുടെ IDC ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മിനിയേച്ചർ റോബോട്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ റോബോട്ടിക്സ് വേൾഡിലെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ്, ഇന്നോവേറ്റീവ് പ്രോട്ടോടൈപ്സ് കാണുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഡെവലപ്പ് സംതിങ് ദെയർ ഓൺ. ആ ഒരു ഐഡിയ, ആ ഒരു സ്പാർക്ക് സ്റ്റുഡൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മെയിൻലി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അവര് ചെയ്തതിന്റെ വലിയ പ്രോട്ടോടൈപ്സ്, വലിയ ആപ്ലിക്കേഷൻസ്, ഇന്നോവേറ്റീവ് ടെക്നോളജീസ് കാണുമ്പോൾ അവര് ഡെവലപ്പ് ചെയ്തതിൽ കൂടുതൽ ഐഡിയാസ് കൊണ്ടുവരാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരും. അതിന്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾക്ക് ഇവിടെ ഉണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പൊ അതിലേക്ക് അവരെ ബൂസ്റ്റ് ചെയ്ത് സ്പാർക്ക് ചെയ്ത് ആ ഫീൽഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഷോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ AI പിയാനോ, ഹോട്ടലുകളുടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന റോബോട്ട് എന്നിവയും ഒപ്പം എംബിറ്റ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ റോബോട്ട് നായയുടെയും പ്രദർശനം ഒരുക്കിയിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സന്ദർശകരെ ആശ്ചര്യപ്പെടുത്തിയ ഒന്നായിരുന്നു റോബോട്ട് സ്യൂട്ടിന്റെ അവതരണം. ഇതിനുള്ളിൽ വ്യക്തിയാണോ അതോ റോബോട്ട് തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കും വിധമായിരുന്നു പ്രകടനം. കുട്ടികളും മുതിർന്നവരും ഇതിനോടൊപ്പം സമയം ചെലവഴിച്ചു. റോബോട്ടുകൾ നിറഞ്ഞ ലോകം സമീപഭാവിയിൽ തന്നെ കാണാനാകുമെന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ പ്രദർശന വേദിയിൽ നിന്നും വ്യക്തമാവുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.